ധാരാളം ഫിസിക്കൽ ടോർച്ചർ ഉണ്ടായിരുന്നു. ഫിസിക്കൽ ടോർച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഇതില്ല. ഞാൻ ശരിക്കും ഇൻഫാക്ട് ഫിസിക്കലി അതുകൊണ്ട് തന്നെ ഇമോഷണലി ഞാനും എൻ്റെ ബ്രദറും കടന്നുപോയ ചില, പക്ഷേ അതുകൊണ്ട് ഇപ്പം ഞാനും ചേട്ടനും വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലെയാണ് ഞങ്ങൾ. പക്ഷേ അന്നത്തെ പേരൻറ്റിങ് അങ്ങനെയാണ്. നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു രീതിയിലും എനിക്ക് അങ്ങനെയാണ് പേരൻറ്റിങ്, അതാണ് അതിൻ്റെ ശരി എന്ന് വിശ്വസിച്ച ഒരു മനുഷ്യൻ ആണ് അച്ഛൻ. അപ്പോൾ അത് ഇവൻച്വലി ഇവൻ എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടി ഇവൻ ജീവിച്ച് പോകുക എന്ന് പറയുന്നൊരു പ്രോസസ്സല്ലേ. സി, എൻ്റെ അച്ഛനൊരു ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റും കൂടിയാണ്. ഓൾ ഓഫ് ദം ഇൻഫാക്ട് എ ഫാമിലി ഓഫ് കോഴ്സ് ദേ കണക്റ്റഡ് ടു, അതെ, കഥകളിയൊക്കെ ആണെങ്കിലും അവർ ഇറ്റ്സ് മ്യൂസിക്, ചെണ്ട, ചിത്രം, ചിത്രകല എന്ന് പറയുന്ന ചെറുകഥകൾ, കവിതകൾ. അപ്പം 13 വയസ്സുള്ള സമയത്ത് അച്ഛനും അച്ഛൻ്റെ കുറേ ചേർത്തലയിലുള്ള ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും കൂടി എഴുതിയൊരു കൈയെഴുത്ത് മാസിക. അതായത് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ടോപ്പിക്കുണ്ട്. അപ്പോൾ ആ ടോപ്പിക്കിൽ ചെറുകഥകൾ, കവിതകൾ, ചിത്രങ്ങൾ ഒക്കെ അതായത് അപ്പം ഇത് മുഴുവൻ എഴുതിയിരിക്കുന്ന ഓരോരുത്തർ തന്നിട്ട് എഴുതിയിരിക്കുന്ന അച്ഛനാണ്. ഇതിൻ്റെ പുറം കവർ വരച്ചിരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ് ഇങ്ങനെ മെയിനിലോട്ട്. അന്ന് അച്ഛന് 13 വയസ്സേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ആ പുസ്തകം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. പൂമൊട്ടുകൾ എന്നാണ് എൻ്റെ പേര്. എവറിത്തിങ് ഇസ് ഹാൻഡ് മെയ്ഡ്. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് എ പിക്ചർ, ഇംപോസിബിൾ ഒരു 13 വയസ്സുകാരനത് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് ടാലൻറ്റഡ്. പക്ഷേ എനിക്ക് ഈ പറയുന്ന മ്യൂസിക്കിനോടും ഈ പറയുന്ന ചിത്രകലയോടും കാർട്ടൂണിനോടും, എനിക്ക് യേശുദാസിൻ്റെ ഒക്കെ കൂടെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ 2-3 വർഷമൊക്കെ അസിസ്റ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, കാർട്ടൂണിസ്റ്റ്. പക്ഷെ കല ജീവിതത്തിൽ നമുക്കൊന്നും നേടിത്തരില്ല എന്നൊരു വിശ്വാസം ആ കാലത്തുള്ളത് കൊണ്ടായിരിക്കാം. കാര്യം എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടുക, അപ്പോൾ ഗ്രാജുവേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ ആൻഡ് ട്രൈ ആൻഡ് ഫിഗർ ഔട്ട് എ ജോബ് ഇൻ കോളേജോ വെറെവർ. ആൻഡ് എനിക്കിതുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഇപ്പോൾ സിമ്പിൾ പെൻഡിൽ എന്ന് പറയുന്നൊരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ, ഇത് എന്ത് സാധനമാണ്, ഇന്നും എനിക്കത് യൂസ് ആയിട്ടില്ല. ഒരു കെമിസ്ട്രി ലാബിൽ ഇരുന്നിട്ട് അവിടെ നടക്കുന്ന പ്രാക്ടിക്കൽ എക്സാം നടക്കുമ്പോൾ ഈ സാധനം എടുത്ത് അങ്ങോട്ട് ഒഴിച്ച് അതിൻ്റെ അകത്തുനിന്ന് പുക വന്ന് മേ മൈറ്റ് ബി യൂസ്ഫുൾ ഫോർ സം പീപ്പിൾ ബട്ട് നോട്ട് ഫോർ മീ. ആൻഡ് ജസ്റ്റ് നമുക്ക് എവിടെയെങ്കിലും ഒരു കണക്ട് വേണ്ടേ. ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. ആ സമയത്ത് ഒന്നും നടക്കില്ല. കാര്യം ഇപ്പം ഞാൻ കട്ട് ചെയ്തൊരു തിയേറ്ററിൽ ഒരു ചെറിയ അമച്ചറായിട്ടൊരു സംഭവം നടക്കാൻ ഞാൻ ശ്രമിച്ചാൽ അതിൻ്റെ അകത്ത് പോയാൽ എന്നെ പിടിക്കപ്പെടും. അതുകൊണ്ട് എന്നെ അതിൽ വിടില്ല. സോ ഞാൻ കോളേജ് കഴിയുന്ന വരെ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ദ ഒൺലി വേ എക്സ്കേപ്പ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഇവിടെ നിന്നൊരു ജോലി കിട്ടിപ്പോയാലേ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ അച്ഛനറിയാതെ എൻ്റെ ഗ്രാജുവേഷൻ എക്സാം കഴിഞ്ഞ്, സയൻസ് ഗ്രാജുവേറ്റ് ആയിരുന്നു, റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാനൊരു വാക്ക് ഇൻ ഇൻ്റർവ്യൂ കണ്ടിട്ട്, ദാറ്റ് വാസ് എ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. അച്ഛൻ അറിഞ്ഞിട്ടില്ല. കാര്യം അതിനും അച്ഛൻ ഇടപെടും. ബിക്കോസ് ഹീ വിൽ ഡിസൈഡ് വാട്ട് ടു ഡു, ബിക്കോസ് ഹീ ഈസ് റിയലി ഫോക്കസിങ് ഓൺ പോസ്റ്റ് ഗ്രാജുവേഷൻ ഓർ വട്ടെവർ. അച്ഛൻ അറിയാതെ അച്ഛൻ മെയിനിൽ ട്യൂഷൻ ക്ലാസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കാര്യം ഗേറ്റ് തുറന്ന ഗേറ്റിൻ്റെ ശബ്ദം കേൾക്കും. അപ്പോൾ അച്ഛന് മേളിൽ നിന്ന് കാണാൻ പറ്റും. ഞാൻ ഈ ഇൻ്റർവ്യൂന്ന് പോകുന്ന മതിൽ ചാടിയിട്ടാണ്. മതിൽ ചാടി ഞാൻ ബസ് എടുത്ത് എറണാകുളത്ത് വന്ന് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്ക് അപ്പം എനിക്ക് തോന്നുന്നു അന്ന് ഇൻഫാക്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട കോളേജിൽ എൻ്റെ അച്ഛൻ്റെ തന്നെ സ്റ്റുഡൻ്റാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, എന്നെ പല കാര്യത്തിലും സ്നേഹത്തോട് കണ്ടിരുന്ന കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊഫസർ ഗോപിനാഥൻ നായരുണ്ട്. ഗോപി സാർ എന്ന് വിളിക്കും. ഗോപി സാറിൻ്റെ മകൻ ഹരി എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത്. എല്ലാ തരികിട പരിപാടികളും അറിയാം. ഹരി ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടൊരു, ഹീസ് നോ മോർ, പാസ്റ്റ് അവേ, ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടൊരു സ്റ്റുഡൻ്റാണ്. ഈസ് വെരി ഷാർപ്പ്. പക്ഷേ ഹരി ഞാനിങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഇൻ്റർവ്യൂ ചെയ്യുന്ന ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ഒരാളെ ഗോപി സാറിൻ്റെ സ്റ്റുഡൻറ്റ് കണക്ഷനുണ്ട്. അപ്പം ഗോപി സാറിൻ്റെ കണക്ഷൻ ഉള്ളതുകൊണ്ട് സാറ് പറഞ്ഞ് ഞാൻ പറഞ്ഞു വെച്ചേക്കാം എന്ന് പറഞ്ഞ് സാറിന് അച്ഛൻ്റെ അടുത്ത് പറയരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അങ്ങനെ ഞാൻ മതിൽ ചാടി ഹരി ആയിട്ട് ഞാൻ എറണാകുളത്ത് ബസ്സിൽ വന്നിട്ട് വാക്കിൻ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് എനിക്കതിൽ കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വോട്ടവർ ഞാൻ പറഞ്ഞ പോലെ പിന്നെയുള്ള വേറെ വലിയ കഥകളാണ്. അതിനുശേഷം ഞാനൊരു 2-3 വർഷം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സിനിമയിൽ എന്തായാലും വരണം. കാര്യം എനിക്ക് സിനിമ ചെയ്യണം, കഥ പറയണം. പിന്നെ സിനിമ മാത്രമാണ് ധാരാളം പൂൾ ഓഫ് ടാലൻ്റ് ഉള്ളത്. എല്ലാവരും ആർട്ടിസ്റ്റാണ്. ആക്ടേഴ്സുമായിട്ട് ഡീൽ ചെയ്യാം, മ്യൂസിഷ്യൻസുമായിട്ട് ഡീൽ ചെയ്യാം, പ്രൊഡക്ഷൻ ഡിസൈനേഴ്സ്, ദേ ആർ ഓൾ ടാലൻറ്റഡ്. കോസ്റ്റ്യൂം എല്ലാത്തിനും
you got to have a kind of aesthetics to figure out things. കൂട്ടായ്മയാണ് അത് ഒരു ഇൻഡസ്ട്രിയിലും അങ്ങനെയില്ല. കറക്റ്റ്. ഇത്രയും പൂൾ ഓഫ് ടാലൻറ്റ് കമ്മിങ് ടുഗെദർ collaboration, yeah. ടു മേക്ക് എൻ ഇൻട്രസ്റ്റിംഗ് തിങ്. അപ്പോൾ അതിനൊറ്റ വഴി 2-2.5 വർഷം ഇതുവരെ വർക്ക് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന സാലറി എടുത്ത് സേവ് ചെയ്തിട്ട് അപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇൻ ബിറ്റ്വീൻ ഞാൻ ഓരോ ഡയറക്ടേഴ്സിനെ പോയി കാണും. അഭിനയിക്കാനല്ല കേട്ടോ, അത് ഏതോ ഒരു അറിയാതെ വന്നൊരു കട്ടിൽ ഞാൻ വൃത്തിയായിട്ട് പറയാത്തത് കൊണ്ടൊക്കെ ആയിരിക്കും. ഞാൻ ചാൻസ് ചോദിക്കാൻ പോയത് അസിസ്റ്റൻ്റായി. അഭിനയിക്കാൻ ഒരിക്കലും ഞാൻ ആരുടെടുത്തും ചാൻസ് വിട്ട് പോയിട്ടില്ല. അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ ഞാൻ ഓരോ വീക്കെൻഡിലും വന്ന് ഓരോരുത്തരെ കാണും. അങ്ങനെ പിന്നെ അതിന് ആ ലൈഫ് ദെൻ ഐ സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് വിജി തമ്പി ആൻഡ് ലൂയിസ് ആർ ആൻഡ് VK പ്രകാശ് ആൻഡ് ഓൾ ദാറ്റ്. സോ ദാറ്റ് വാസ് അനദർ തിങ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന ചൈൽഡ്ഹുഡ് ഉണ്ടല്ലോ, വളരെ എക്സ്ട്രീംലി സഫിക്കേറ്റിംഗ് ആയിട്ടുള്ളൊരു സ്പേസിലൊക്കെ എൻ്റെ ചേട്ടനാണ് ആ സമയത്തൊക്കെ കോൺസ്റ്റൻ്റ്ലി. ഇപ്പം ഞാൻ ചില സമയത്ത് പടം വരയ്ക്കുന്ന സമയത്ത് അച്ഛൻ അറിയാതെ വേണം വരയ്ക്കാൻ. ഇപ്പോൾ രാവിലെ 5 മണിക്ക്, ഇപ്പോൾ 7 മണിക്ക് ക്ലാസ്സിൽ പോകണമെങ്കിൽ 5 മണിക്ക് അച്ഛൻ എണീറ്റിട്ട് ഒരു എസ്സേ തന്നിട്ട് അച്ഛൻ അവിടെ ഇരുന്ന് ഞാൻ നടന്ന് പഠിക്കണം. എന്നിട്ട് പഠിച്ചിട്ട് ഇത് മുഴുവൻ ഞാൻ വൊമിറ്റ് ചെയ്ത് പറയണം, എന്നിട്ടേ എന്നെ ആ ക്ലാസ്സിന് വിടുള്ളൂ. ഇപ്പോൾ രാത്രി അച്ഛൻ ഉറങ്ങിയതിന് ശേഷം എൻ്റെ കട്ടിലിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് ഞാൻ പടം വരയ്ക്കണേ. അങ്ങനെ 2.5 മാസമൊക്കെ കഴിയും ആ പടം ഒന്ന് തീരാൻ. ആൻഡ് നോ ചാൻസ് ദാറ്റ് ഇറ്റ് വിൽ ബി ഓൺ ദ വാൾ ബിക്കോസ് അവർ നെയിലടിക്കുന്ന പ്രശ്നമൊന്നുമില്ല, അത് അപ്രിഷ്യേറ്റീവ് ഇല്ല. കാര്യം അത് ചെയ്യാൻ അറിയാത്തതുകൊണ്ടല്ല, ഒരു സൈഡിൽ അച്ഛൻ നോക്കുന്നുണ്ട് എന്നെ, ഇവനുണ്ട്. പക്ഷെ ഉള്ളിൽ ജീവിക്കണ്ടേ, നമ്മൾ ജീവിക്കണ്ടേ, മുമ്പോട്ട് പോകണ്ടേ, വരുമാന മാർഗം വേണ്ടേ. നമുക്കങ്ങനെ വലിയ കമ്മിങ് ഫ്രം മിഡിൽ ക്ലാസ് ഫാമിലി, യു ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ജസ്റ്റ് അവിടെ നിന്ന് എടുത്ത് ഒന്നുമില്ല, ജീവിച്ച് പോകണ്ടേ. ആ ഫിയർ കൊണ്ടാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ അന്ന് നമുക്കൊന്നും അറിയില്ല, നമുക്കിത് എങ്ങനെയെങ്കിലും വെളിയിൽ പോകണം, ആൾക്കാരെ കാണണം, അതൊന്നും സാധിക്കില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ചേട്ടനാണ് ഓരോ സമയത്തും ഇത് പടം വരയ്ക്കുന്ന സമയത്തിന് പെൻസിൽ കൊണ്ട് ഒളിച്ച് തരികയോ അല്ലെങ്കിൽ ഫ്രെയിം ചെയ്യാൻ സഹായിക്കുന്ന സമയത്ത് അമ്മയുടെ നിന്ന് കുറച്ച് കാശ് വാങ്ങിച്ചു തരികയോ. അമ്മ ന്യൂട്രലാണ്, വെരി സ്വീറ്റ്. പക്ഷേ അന്നത്തെ സാഹചര്യങ്ങളിൽ ഒന്ന് അമ്മയ്ക്ക് അങ്ങനെ, ഷീ ഈസ് ഓൾസോ ബിസി, ഷീ ഈസ് ട്രാവലിംഗ്, എവറി ഡേ ഷീ ഗോസ് ആലപ്പി കൊച്ചി ആൻഡ് കംസ് ബാക്ക് അറൗണ്ട് 8:39. ഷീ ഈസ് ഓൾസോ വർക്കിംഗ്. ഓൺലി സൺഡേ ദാറ്റ് ഐ ഗെറ്റ് ഹർ. സോ നൗ ഐ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം വിത്ത് ഹർ. ഷീ ഈസ് മോസ്റ്റ്ലി വിത്ത് മീ. ബാംഗ്ലൂരുണ്ട്. അങ്ങനത്തെ സമയത്തും ഞാൻ ഈ ഫൈസറിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തും ഞാൻ ഓരോ ഡയറക്ടേഴ്സിനെ കാണാൻ പോകുന്ന സമയത്തൊക്കെ ചേട്ടനാണ് ഇന്ന ആൾ ഇന്ന സിനിമ ചെയ്യുന്നുണ്ട്, നീ ഇന്ന ആളെ വിളിച്ച് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് പുള്ളി റബ്ബർ ബോർഡിലാണെന്ന്. നൗ ഇസ് ഹെഡ് ഓഫ് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ്. ഇതിൻ്റെ ഇടയിൽ പുള്ളി സമയം കണ്ടെത്തി എന്നെ ചിലപ്പോൾ ഒരു ബസ് കയറ്റി വിടുന്നതിലൊക്കെ ബസ് സ്റ്റാൻഡ് അച്ഛനറിയാതെ കൊണ്ടുവിടുന്നതൊക്കെ എൻ്റെ ചേട്ടനാണ്. ഇന്ന് വരെ എൻ്റെ സ്കൂളിൽ ഇപ്പം ഞാൻ എവിടെയെങ്കിലും ഓടി ഞാനൊരു എന്താ പറയുക ഓട്ട മത്സരത്തിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് തൊട്ട് ഇപ്പം ഈ ഇൻ്റർവ്യൂ ഉണ്ടാവില്ല, ഇതല്ലാതെ എനി പേപ്പർ ക്ലിപ്പിംഗ്സ് ഓർ പോസ്റ്റേഴ്സ്, ഓൾ ദ ഡിജിറ്റൽ സ്റ്റഫ്, എവറിത്തിങ് ഹി ഹാസ് ഗോട്ട് എ സ്റ്റോക്ക് ഇൻ ഒരു പെട്ടിക്കകത്തുണ്ട്. എല്ലാം എൻ്റെ സർട്ടിഫിക്കറ്റ്, എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരെ ചേട്ടൻ്റെ കയ്യിലിരിക്കുന്നത്. ദാറ്റ് ഇസ് സ്പെഷ്യൽ. അതൊക്കെയാണ് ഞാൻ പറയുന്നത്. ചില സമയം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഫോർച്ചുനേറ്റ് നമ്മൾ പറയില്ലേ, ഇങ്ങനത്തെ 2-3 പേര് മതി. ഭയങ്കര ഇമോഷണലാണ്. ഇപ്പം ചില സമയത്ത് ഞാൻ രാത്രി വിളിക്കുമ്പോൾ വെറുതെ കരയും, സ്നേഹം കൊണ്ട് കരയുന്ന. ഈ പറയുന്ന ചെറിയ ഒരു 2 ലൈൻ എന്നെ പറ്റി ഒരു 10 വർഷം മുമ്പ് എഴുതിയിട്ടുണ്ടോ അല്ലെങ്കിൽ 30 വർഷം മുമ്പ് എന്തെങ്കിലും, അത് തൊട്ടുള്ളതൊക്കെ പിൻ ചെയ്ത് മാർക്ക് ചെയ്ത് ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുള്ളി കെപ്റ്റ്. എനിത്തിങ് വിച്ച് യാ അപ്പോൾ കാണിച്ചു തരും, കാണിച്ചു തരികയല്ല, അത് അങ്ങനെ വെച്ചിരിക്കുക. കാര്യം ഹീ ഈസ് വൺ പേഴ്സൺ ഹു ബിലീവ്ഡ് ഇൻ മീ സിൻസ് ദെൻ ഈവൻ നൗ ആൻഡ് ഹീ ഈസ് ലുക്കിംഗ് ഫോർവേഡ്. ഇതൊക്കെ പോരെ ജീവിതത്തിൽ ധാരാളം. അപ്പം നേരത്തെ തന്നെ ചേട്ടനെ പറ്റി ചോദിച്ചുകൊണ്ട് 2 കാര്യങ്ങൾ എല്ലാത്തുകൊണ്ടാണ് ഞാൻ ആദ്യം മറ്റേത് പറഞ്ഞതും. എൻ്റെ ഡെസ്റ്റിനേഷനെക്കാട്ടിലും ജേണിയാണ്, പക്ഷേ അതിൻ്റെ പുറകിൽ ഇങ്ങനത്തെ വൻ ശക്തികൾ, ഇമോഷണൽ ശക്തി ഒക്കെയാണ് നമ്മുടെ ധൈര്യവും. നമുക്കെന്തും നാളെ വേറെ ഒരു കാര്യങ്ങളുണ്ടെങ്കിലും ഈ പറയുന്നത് പോരെ നമ്മുടെ ഏറ്റവും വലിയ ഐ ക്യാൻ ഗോ ബാക്ക് ആൻഡ് ജസ്റ്റ് ബി മൈസെൽഫ്. ചേട്ടൻ പ്രകാശിന് വേണ്ടി എടുത്ത ഏറ്റവും വലിയ റിസ്ക് എന്താണ്? ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത്, ഞാൻ ഈ ഫൈനൽ, അതായത് ഈ പറയുന്ന എനിക്ക് ഫൈനൽ സെലക്ഷൻ കിട്ടിയിട്ട് ഗുജറാത്തിൽ എനിക്ക് ഈ പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ 3 ലെവൽ ഓഫ് ഇൻ്റർവ്യൂ ഉണ്ട്. അതിൽ ആദ്യം ഹരി വന്നു, ചേട്ടൻ അറിവോടുകൂടി. പിന്നെ 2ാമത്തെ സെറ്റ് ഓഫ് ഇൻ്റർവ്യൂ ഉണ്ട്, അത് ചേട്ടൻ വന്നു. അത് അച്ഛൻ അറിയുകയും ചെയ്തത്. അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ടു മച്ച് ഫോർ ഹിം ടു ടേക്ക് ഇറ്റ്. ആൻഡ്
അതിന് വന്നിട്ട് മൂന്നാമത്തത് അത് ഫൈനൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് എനിക്ക് 6 മാസം ബോംബെയിൽ ട്രെയിനിങ് ഉണ്ട്. ഓക്കെ. സോ ദാറ്റ്സ് ക്വൈറ്റ് എ സീരിയസ് ട്രെയിനിങ്. സോ അതൊക്കെ അച്ഛൻ അറിയാതെ പറ്റില്ല നീ. സോ യു ഹാവ് ടു ടെൽ ഹിം. യെസ്. ബിക്കോസ് ഇവനെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഗുജറാത്തിലോട്ടൊക്കെ വിടുക. ഇവൻ ഇവിടെ നിന്ന് ആലപ്പുഴ വിട്ട് പോയിട്ടില്ല. ചെന്നൈ മേ ബി അച്ഛൻ്റെ കൂടെ തിയോസഫിക്കൽ സൊസൈറ്റിയിലൊക്കെ വലിയ അച്ഛൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺവെർസേഷനൊക്കെ നടത്തും. അപ്പോൾ അങ്ങനത്തെയൊക്കെ പോയിട്ടുള്ളത് ഇവനെ ഒറ്റയ്ക്ക് ഗുജറാത്തിലോട്ടൊക്കെ ട്രെയിൻ കയറ്റി വിടുക എന്ന് പറഞ്ഞാൽ ചേട്ടന് ഭയം ഉണ്ടാവില്ല. അപ്പോൾ അത് അച്ഛൻ്റെ അടുത്ത് അവതരിപ്പിക്കുക എന്ന് പറയുന്നൊരു വലിയൊരു സ്റ്റേജ് ഉണ്ട്. അത് ഐ തിങ്ക് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന, അങ്ങനെ എളുപ്പമൊന്നുമല്ല അന്നത്തെ കാലത്ത്. നമ്മളിപ്പം എൻ്റെ കുട്ടികളോട് ഞാൻ പെരുമാറുന്ന പോലെ അല്ല അന്നൊക്കെ ഒരു അച്ഛനോടോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന മൂത്ത ആൾക്കാരോട് നമ്മൾ പെരുമാറുന്ന രീതി. അപ്പം അത് അവതരിപ്പിക്കുന്നത് ഏറ്റവും വലിയ റിസ്ക് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാര്യം ദെൻ ഇമ്മീഡിയറ്റ്ലി അച്ഛൻ റിയാക്ട് ചെയ്യും. ഫിസിക്കലായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തെന്നൊക്കെ വരും. ഒരച്ഛൻ മകനോട് കാണിക്കുന്ന whatever, but he took that chance and he convinced him and he came with me to Gujarat. And എന്നെ സെറ്റിൽ ബോംബെയിൽ വന്നു. എൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ് എന്നെ ബാംഗ്ലൂർ സെറ്റിൽ ചെയ്ത്, ഞാൻ ബാംഗ്ലൂർ എൻ്റെ ട്രെയിനിങ് നടക്കുന്ന സമയത്ത് he was running around to figure out the correct place for me to stay for next 1 year. And he also managed to convince my dad എനിക്കൊരു ബൈക്ക് വാങ്ങിച്ചു തരാൻ. ഇതൊക്കെ എന്നിട്ട് ബൈക്ക് എൻ്റെ ഞാൻ അച്ഛൻ സമ്മതിക്കാത്തൊരു തൊഴിലിൽ പോയിട്ട്, ഓഫ് കോഴ്സ് ഇവൻച്വലി വിൽ ബി ഹാപ്പി ബിക്കോസ് അറ്റ്ലീസ്റ്റ് ഐ എം ഏർണിങ്. എനിക്കൊരു ബൈക്ക് വാങ്ങിച്ചു തരാൻ കൺവിൻസ് ചെയ്യാന്ന് പറയാൻ ഞാനല്ല, ചേട്ടനാണ് ചെയ്തിരിക്കുന്നത്.